വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം യോശുവയുടെ പുസ്തകം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം യോശുവ 21 അധ്യായം 44 വാക്യം. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. മരുഭൂമിയിലെ നീണ്ട പ്രവാസ കാലഘട്ടത്തിനു ശേഷം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ കനാന്യ ദേശം കൈവശമാക്കുന്നതാണ് യോശുവയുടെ പുസ്തകം 21 അധ്യായത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം. ഇവിടെ യോശുവയുടെ നേതൃത്വത്തിൽ അവരുടെ ഭൂമി പങ്കിടൽ സാധ്യമാവുകയും സ്വസ്ഥമായ ജീവിതത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഭൂമി പങ്കിടൽ സംഭവത്തിലും അവർ ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരുന്നു. എന്നാൽ യഹോവയാൽ അവർ ഈ പ്രതിസന്ധിയെ നേരിടുന്നു. ഈ വലിയ പ്രതിസന്ധിയെ അവർ എപ്രകാരം തരണം ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ദൈവിക വാഗ്ദത്തം അനുസരിക്കുന്നു. ഇസ്രായേൽ ജനതയുടെ അനുസരണമാണ് വാഗ്ദത്ത ഭൂമി അവർക്ക് ലഭിക്കുവാനുള്ള മുഖാന്തരമായി തീർന്നത്. അതിനാൽ കനാൻ ദേശത്ത് ഒരു സമൂഹമായി പാർക്കുവാൻ ഇസ്രായേൽ ജനതയ്ക്ക് സാധിക്കുന്നു. യഹോവയായ ദൈവത്തിൻ്റെ വാഗ്ദത്തവും കൽപ്പനകളും അനുസരിക്കുകയും അതിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ ജനങ്ങൾ. അങ്ങനെ ദൈവിക അരുളപ്പാടുകൾ അനുസരിച്ച് പരസ്പരം കലഹിക്കാതെ യോശുവയുടെ നേതൃത്വത്തിൽ ഭൂമിയുടെ അവകാശം അവർ പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ സംഘർഷ അവസ്ഥകൾ ഒഴിവാകുകയും വാഗ്ദത്ത ദേശം അവർക്ക് കൈവശമാക്കുവാനും കഴിയുന്നു. മാത്രവുമല്ല, തങ്ങളുടെ ചുറ്റും ശത്രുക്കൾ ഉണ്ടെന്നും അതിനാൽ തങ്ങൾ പരസ്പരം കലഹിക്കുന്നതിലൂടെ വാഗ്ദത്ത നാട് നഷ്ടമാവുമെന്നും അവർ തിരിച്ചറിയുന്നു. ഇന്ന് വിശ്വാസികളായ നമുക്ക് വേണ്ടതും ഈ തിരിച്ചറിവാണ്. മറ്റു മതസ്ഥരുടെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ കലഹം ഒഴിവാക്കുകയും ദൈവിക വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച് മാതൃകയോടെ ജീവിക്കുകയും വേണം. രണ്ടാമതായിട്ട് ദൈവിക സ്വസ്ഥതയ്ക്ക് ഓഹരിക്കാരാകുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് യഹോവയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ ദാനം സ്വസ്ഥതയും ആശ്വാസവുമായിരുന്നു. ശത്രുക്കളിൽ നിന്നും ദൈവം അവർക്ക് സ്വസ്ഥത നൽകുന്നു. ദൈവിക സാന്നിധ്യം അവർക്ക് സ്വസ്ഥത നൽകുന്നു. മാത്രമല്ല, അവരുടെ പ്രയാസമേറിയ അനുഭവങ്ങളിൽ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും അവർ വിജയിക്കുകയും അതിലൂടെ സ്വസ്ഥമായ അനുഭവം അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. കുറിവാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന്. ഇങ്ങനെ ദൈവിക വാഗ്ദത്തം അവർ അനുസരിച്ചതിനാൽ ദൈവം തൻ്റെ നിത്യമായ സ്വസ്ഥതയ്ക്ക് ഇസ്രായേൽ ജനങ്ങളെ ഓഹരിക്കാരാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്നതാണ് സ്വസ്ഥമായ അനുഭവവും ആശ്വാസവും. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മധ്യത്തിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതും സ്വസ്ഥതയാണ്. ഇസ്രായേല്യരെ പോലെ ദൈവിക കൽപ്പനകൾ അനുസരിക്കുക, അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുക. അങ്ങനെയെങ്കിൽ സ്വസ്ഥത നൽകി നമ്മെ പരിപാലിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ പ്രാണനെ അവിടുന്ന് തണുപ്പിക്കണമേ. അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്ത് നിത്യമായ സമാധാനം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.